കമ്പനി കാര്യങ്ങളിൽ എനിക്ക് ചില സംശയങ്ങളുണ്ട്. മീര വിചാരിച്ച അതിന് എനിക്കൊരു പരിഹാരം പറഞ്ഞു തരാൻ സാധിക്കും. അവളത് പറഞ്ഞു തരുമെന്ന് തന്നെയാ ഞാൻ വിശ്വസിക്കുന്നത്. പറഞ്ഞു തരും, ആ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ആ അത് മതി. മീര അമ്പലത്തിൽ നിന്ന് വരട്ടെ, അത് കഴിഞ്ഞ് സംസാരിക്കാമേ. ശരി മോളെ. ഭഗവാനെ കൃഷ്ണ, എന്റെ മോനെ എനിക്ക് തിരിച്ചു തരണേ. വേറൊന്നും എനിക്ക് വേണ്ട. എന്റെ മോൻ ഒരാപത്തും കൂടാതെ തിരിച്ചു വന്നാൽ മാത്രം മതി. ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം എന്നെ ശിക്ഷിച്ച് എന്റെ മോനെ രക്ഷിക്കണേ ഭഗവാനെ. ഭഗവാനെ, ബീനാമ്മയുടെ സങ്കടമെല്ലാം മാറ്റണേ. സൂരജ് തിരിച്ചു വരണേ. എല്ലാവർക്കും നല്ലത് വരുത്തണേ കൃഷ്ണ. മനസ്സ് തുറന്ന് ഭഗവാന്റെ നടയിൽ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ മനസ്സിലെ ഭാരം കുറഞ്ഞതുപോലെ തോന്നുന്നുണ്ട് മോളെ. നമ്മുടെ സങ്കടങ്ങൾ ഭഗവാൻ മാറ്റുന്നതാണ് ബീനാമ്മേ. മനസ്സിലെ ഭാരങ്ങൾ ഭഗവാൻ ഏറ്റെടുക്കും. നമുക്ക് സമാധാനവും സന്തോഷവും നൽകും. ക്ഷേത്ര ദർശനത്തിലും പ്രാർത്ഥനയിലൊന്നും ഒരു കാര്യവും ഇല്ലെന്നും അതെല്ലാം അനാവശ്യമായ പ്രകടനങ്ങൾ മാത്രമാണെന്നും ഞാൻ മുമ്പ് കരുതിയിരുന്നു. അതിന്റെ കാരണം അന്നെല്ലാം എന്റെ ക്ഷേത്ര ദർശനങ്ങൾ വെറും ഒരു പ്രകടനം മാത്രമായിരുന്നു. ആത്മാർത്ഥമായ പ്രാർത്ഥന മനസ്സിലുണ്ടാക്കുന്ന മാറ്റം എന്താണെന്ന് ഞാൻ ഇന്ന് ശരിക്കും അറിഞ്ഞു. ജീവിതത്തിൽ നമുക്ക് ഓരോ അനുഭവങ്ങൾ വരുന്നത് ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴാ. അതെ, അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ നമ്മൾ മനസ്സോട് ചേർത്ത് വെച്ച് പിന്നീട് ജീവിതത്തിൽ പകർത്തണമെന്നാ അറിവുള്ളവർ പറയുന്നത്. സത്യം അത്. ഇത്രയും കാലം ഞാൻ എങ്ങനെയൊക്കെയോ ജീവിതം തള്ളി നീക്കുകയായിരുന്നു. അതിനിടയിൽ എത്രയോ തെറ്റുകൾ ചെയ്തു കൂട്ടി. അന്നൊന്നും ഭഗവാൻ എന്നെ ശിക്ഷിച്ചില്ല. ഇന്ന് എന്റെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം സ്വന്തമാക്കുമെന്ന തോന്നൽ ശക്തമായി വരുന്ന സമയത്താ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ മോനെ തന്നെ എന്നിൽ നിന്ന് അകറ്റിയത്. ഈ എല്ലാം എന്റെ തെറ്റ്. ബീനാമ്മ ഇങ്ങനെ വിഷമിക്കാതെ. എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവും. ഭഗവാൻ തന്നെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കി തരും. എനിക്കറിയില്ല മോളെ, ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കെല്ലാം ചിലപ്പോ ഇതിൽ കൂടുതൽ ശിക്ഷകളാണ് എന്നെ കാത്തിരിക്കുന്നതെങ്കിലോ. ഓരോ മനുഷ്യന്റെയും കർമ്മങ്ങൾക്കുള്ള ഫലം അവനവൻ തന്നെ അനുഭവിക്കണമെന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതൊക്കെ വെറുതെ നമ്മളെ ഭയപ്പെടുത്താൻ പറയുന്ന കാര്യങ്ങളായി മാത്രമേ ഞാൻ കരുതിയിരുന്നുള്ളൂ. പക്ഷേ അതൊക്കെ സത്യമാണെന്ന് എനിക്കിപ്പോ ബോധ്യായി. മോളോട് തന്നെ ഞാൻ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് മറ്റാരെക്കാളും നന്നായി മോൾക്ക് തന്നെ അറിയുന്നതല്ലേ. അതെല്ലാം ആർക്കും സഹിക്കാൻ പറ്റുന്നതല്ലായിരുന്നു. മായ ഉണ്ടായിരുന്നെങ്കിൽ ആ വേദനകളൊന്നും മോൾ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. ആ തെറ്റുകളുടെ ഒക്കെ ഫലമാവാം ഇപ്പോ സ്വന്തം മകനെ ഓർത്ത് ഞാൻ ഇത്രയും വിഷമിക്കേണ്ടി വരുന്നത്. അതിനെല്ലാം ഞാൻ മോളോട് ക്ഷമ ചോദിക്കുക. അയ്യോ ബീനാമ്മേ, അങ്ങനൊന്നും പറയല്ലേ. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാ. എന്ന് കഴിഞ്ഞതാണെങ്കിലും തെറ്റ് തെറ്റ് തന്നെയാ മീര. അതിന് ക്ഷമ ചോദിച്ചാലെങ്കിലും ഈശ്വരൻ എനിക്ക് തരുന്ന ശിക്ഷയിൽ കുറവ് വരുത്തി എന്റെ മോനെ എനിക്ക് തിരിച്ചു തന്നാലോ. ആഹാരം കഴിക്കാൻ എന്തെങ്കിലും ഒരു സഹായം തരണേ. നിങ്ങൾക്ക് പുണ്യം കിട്ടും, ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടാവും. വേണ്ട വേണ്ട മോളെ, ഞാൻ കൊടുക്കാം. മോളെ, ഇത്രയും വച്ചോളൂ. കുറച്ച് ദിവസത്തേക്കിനി ആരുടെ മുൻപിലും കൈ നീട്ടാതെ ആഹാരം കഴിക്കാം. നന്ദി.
നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ സാധിച്ചു തരട്ടെ. അയാളുടെ പ്രാർത്ഥനയെങ്കിലും ഫലിക്കട്ടെ. മറ്റുള്ളവരുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്താൽ അതൊരു പുണ്യപ്രവൃത്തിയായിരിക്കുമല്ലോ. ചെയ്ത പാപങ്ങളുടെ ഭാരം കുറയാൻ പുണ്യപ്രവൃത്തികൾക്ക് സാധിക്കുമെങ്കിൽ സാധിക്കട്ടെ. ബീനാമ്മ വിഷമിക്കണ്ട. സൂരജ് തിരിച്ചെത്തുമെന്ന് തന്നെ എന്റെ മനസ്സ് പറയുന്നത്. മീരമോൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അത് സത്യമാവും. ഭഗവാന് മോളെ വലിയ ഇഷ്ടമാ. മോളുടെ പ്രാർത്ഥനകളെല്ലാം ഭഗവാൻ സാധിച്ചു തരുന്നതുവാ. അതുകൊണ്ട് മോൾ എന്നോട് ക്ഷമിച്ചാൽ ഭഗവാനും എന്നോട് ക്ഷമിക്കും. എനിക്ക് ബീനാമ്മയുടെ ദേഷ്യമൊന്നും ഇല്ല ബീനാമ്മേ. അങ്ങനൊരു ചിന്തയും മനസ്സിൽ വേണ്ട. സൂരജ് തിരികെ വരാനായി ഭഗവാനോട് നന്നായി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കിന്ന് ഇറങ്ങാം ബീനാമ്മേ. ശരി. ഇത്തവണ കോമ്പറ്റീഷന് എന്റെ ജിമ്മിൽ നിന്ന് 2 പേർക്കെങ്കിലും കപ്പടിക്കാൻ പറ്റണം. 10 പേരെ ഞാൻ ഇറക്കുന്നുണ്ട്. അവര് നന്നായിട്ട് വർക്കൗട്ടും ചെയ്യുന്നുണ്ട്. ശ്രമിച്ചു നോക്കട്ടെ. സപ്ലിമെന്റ് ആൾക്കാരുമായി ഞാനിപ്പോ സംസാരിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. ശരിയെന്നാ, ഞാൻ വിളിക്കാം. എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. ശരി. വിഘ്നേഷ് എന്താ ഇവിടെ നിൽക്കുന്നത്? ജിമ്മിലേക്കുള്ള ഫുഡ് സപ്ലിമെന്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളെ കണ്ട് സംസാരിച്ചെന്നാ. അയാള് പോയി കഴിഞ്ഞപ്പോ ഒരു കോള് വന്നു. അത് കഴിഞ്ഞപ്പോ ആദർശം എത്തി. അല്ല, വിഘ്നേഷ് ഇവിടെ നിൽക്കുന്ന കണ്ട് ഞാൻ നിർത്തിയതാ. എന്തെങ്കിലും ആവശ്യമായിട്ട് നിൽക്കുകയാണെന്ന് അറിയില്ലല്ലോ. വല്ല കാറ് വല്ലതും ബ്രേക്ക് ഡൗൺ ആയതോ മറ്റതാണെങ്കിൽ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് കരുതി. അത് നന്നായി. വഴിയിൽ ഒറ്റപ്പെട്ടു പോയാ സഹായിക്കാൻ ഒരാളുണ്ടാവും എന്നറിയുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാ. കമ്പനിയിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു എന്ന് പറഞ്ഞാ അതൊരു നുണയായിരിക്കും. പ്രോജക്റ്റ് നഷ്ടത്തിലാ. റേറ്റ് കുറച്ച് വർക്ക് പിടിച്ചതുകൊണ്ടാ പ്രോജക്റ്റിന് നഷ്ടം വരുന്നത്. അത് അബിക്കും അറിയാം. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ അബിയെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും എൻ്റെ പരിമിതികളെക്കുറിച്ച് എനിക്ക് നല്ല ബോധമുണ്ട്. കമ്പനിയിലെ ഈ പ്രോജക്റ്റുകളും സൈറ്റിലെ കാര്യങ്ങളൊന്നും അതെൻ്റെ മനസ്സിൽ ചേരുന്ന കാര്യങ്ങളല്ല. നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ വേണം നമ്മൾ ജോലിയായിട്ട് തിരഞ്ഞെടുക്കാൻ. അല്ലെങ്കിൽ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല വിഘ്നേഷ്. എല്ലാവർക്കും അങ്ങനെ ചെയ്യണമെന്ന് തന്നെ ആഗ്രഹം. പക്ഷേ നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പലപ്പോഴും അത് സാധിക്കാതെ വരും. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് പാർട്ട് ടൈം ആയിട്ടാണെങ്കിലും ജിമ്മും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്കൊരു റിലീഫ് കിട്ടുന്നുണ്ട്. പക്ഷേ അതുപോലും സാധിക്കാത്ത എത്രയോ മനുഷ്യര് സ്വയം ശപിച്ചുകൊണ്ട് ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുന്നു. ശരിയാണ്. പക്ഷെ ഓരോരുത്തരുടെയും വഴികൾ തിരഞ്ഞെടുക്കുന്നത് അവരവർ തന്നെയാണ് വിഘ്നേഷ്. ലക്ഷ്യം ഉറച്ചതാണെങ്കിൽ, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ, എന്തൊക്കെ പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കും. കേൾക്കാൻ നല്ല സുഖമുണ്ട്. പക്ഷേ പലപ്പോഴും അത് സംഭവിക്കാറില്ല എന്നതാണ് സത്യം. പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവുമ്പോൾ ലക്ഷ്യങ്ങളൊക്കെ അറിയാതെ മാറിപ്പോവും. അതുപോട്ടെ, ആദർശിന്റെ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഒരു വീട്ടിലാണ് താമസിക്കുന്നെങ്കിലും നമ്മൾ തമ്മിൽ ഇങ്ങനെയുള്ള സംസാരമൊന്നും ഉണ്ടാവാറില്ലല്ലോ. ദൂരെ എവിടെയോ താമസിക്കുന്ന 2 പേര് യാദൃച്ഛികമായി വഴിയിൽ വെച്ച് കണ്ടപ്പോൾ സംസാരിക്കുന്ന പോലെയാ നമ്മളിപ്പോ സംസാരിക്കുന്നത്. വിഘ്നേഷ് ഇപ്പൊ പറഞ്ഞത് 100% സത്യമാണ്. ഹൈദരാബാദിലെ പ്രോജക്റ്റിലുണ്ടായ കാര്യങ്ങളൊക്കെ വിഘ്നേഷ് അറിഞ്ഞു കാണുമല്ലോ, അല്ലേ? ആ സ്ഥലം തന്നവര് കള്ളന്മാരായിരുന്നല്ലേ? അതെ. അവര് ഫേക്ക് ഡോക്യുമെന്റ്സ് എന്നാണ് അവിടുത്തെ ആ സ്ഥലം നമുക്ക് വിറ്റത്. ആ വഴിക്ക് ആ പ്രോജക്റ്റ് പോയി കിട്ടി. പിന്നെ കർണാടകയിലെ പ്രോജക്റ്റിലും കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. സൂരജിനെ അവിടെ നിർത്തിയിരുന്ന സമയത്ത് അതെല്ലാം സോർട്ട് ഔട്ട് ചെയ്യാൻ സൂരജിന് സാധിച്ചിരുന്നു. സൂരജിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. അത് വലിയ കഷ്ടമായിപ്പോയി. അവനെന്താ സംഭവിച്ചെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു സമാധാനം കിട്ടിയനെ. ഒരാളെ ഇങ്ങനെ കാണാതെ പോവാന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത അവസ്ഥ തന്നെയാ. അതെ, നമ്മളെ കൊണ്ടാവും ഇതെല്ലാം അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും ഇങ്ങും ഇതുവരെ എത്തിയിട്ടില്ല. ഓരോരുത്തർക്കും ഓരോ വിധിയാ. ജീവിതം നമ്മൾ എങ്ങനെയാ മാറ്റിമറിക്കുന്നതെന്ന് നമുക്കൊരിക്കലും അറിയാൻ കഴിയില്ല.
ഇവിടെ വെറുതെ പ്രശ്നങ്ങളുമായിട്ട് കറങ്ങി നടന്ന സൂരജ് കർണാടക പ്രോജക്റ്റിൽ ജോലിക്ക് പോയി അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീർത്തിട്ട് എങ്ങോട്ടോ പോവുക. എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നതല്ലേ? ചിലപ്പോ അതാവും അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്യേണ്ടിയിരുന്ന കാര്യം. അറിയില്ല. ഒരു ദിവസം സൂരജ് തിരിച്ചു വരുമെന്ന് തന്നെയാ ഞാൻ വിശ്വസിക്കുന്നത്. വരട്ടെ, നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. ആ അതൊക്കെ പോട്ടെ. ഇപ്പൊ അവിടുത്തെ പ്രോജക്റ്റ് എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. ഇവിടെ പിന്നെ റേറ്റ് കുറച്ച് പിടിച്ചിട്ടും പ്രോജക്റ്റ് ലാഭത്തിൽ എത്തിച്ചു അല്ലേ? അതെ. അത് നല്ല കാര്യമായി. ശരിക്കും മീര നല്ല കഴിവുള്ള കുട്ടിയാ. നമ്മൾ എത്രയൊക്കെ അവഗണിച്ചാലും കഴിവുള്ളവർ അംഗീകരിക്കേണ്ട സമയവും സന്ദർഭവും ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും. ഞാൻ അഭിയെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. മീരയോട് എന്തോ മുജ്ജന്മ വൈരാഗ്യം ഉള്ളതുപോലെയാണ് അഭി പെരുമാറിയിരുന്നത്. പക്ഷേ ഇപ്പൊ ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. നഷ്ടത്തിലാവൂന്ന് എല്ലാവരും ഉറപ്പിച്ച പ്രോജക്റ്റ് അല്ലേ മീര ലാഭത്തിലാക്കിയത്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ മീരയോട് ചോദിച്ച് പഠിക്കണമെന്നാ അഭി ഇപ്പൊ പറയുന്ന. നമ്മളെ എതിർക്കുന്നവരെ തോൽപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്ന മീര ശരിക്കും ഹീറോയാണ്. അല്ലെങ്കിൽ ഹീറോയിൻ എന്ന് പറയാം. ഇതിനൊക്കെ അവസരം മീരയ്ക്ക് കൊടുത്തത് ആദർശല്ലേ? അതിന്റെ ക്രെഡിറ്റ് ആദർശനുണ്ടേ. കഴിവുള്ളവർക്ക് എങ്ങനെയെങ്കിലും അവസരങ്ങളും കിട്ടും. രണ്ടും ഒന്നിക്കുമ്പോൾ അന്ന് അത്ഭുതങ്ങൾ സംഭവിക്കും. അതെ. ഞാനെന്നാ ചെല്ലട്ടെ, കുറച്ച് തിരക്കുണ്ട്. ശരി. അഭിക്ക് മീരയോടുള്ള സമീപനത്തിൽ നല്ല മാറ്റമുണ്ട് ചേച്ചി. മീരയെ അഭി അംഗീകരിച്ചു. ഇനി ഇവിടെ പഴയതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കാം. ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയ കാര്യങ്ങളൊക്കെയാണല്ലോ ഇപ്പൊ സംഭവിക്കുന്നത്. അതെ, കമ്പനിയിലെ കാര്യങ്ങളിൽ മീരയുടെ മിടുക്ക് കണ്ട അഭിയുടെ മനസ്സ് മാറിയതെന്ന് തോന്നുന്നു. ഇന്ന് മീരയോട് അഭിയെയും കമ്പനി കാര്യങ്ങളിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറയുന്ന കേട്ടു. ശത്രുക്കളെ പോലും സുഹൃത്തുക്കളാക്കാനും അവരുടെ മനസ്സിലെ ദേഷ്യം ഇല്ലാതാക്കാനും ഈശ്വര അനുഗ്രഹത്തിനും നന്മയ്ക്കും സാധിക്കും. അതിനുദാഹരണമാണ് ഇപ്പൊ അഭിക്കുണ്ടായ ഈ മാറ്റം. പിന്നെ കഴിവുള്ളവരെ നമ്മൾ എത്രയൊക്കെ ഒഴിവാക്കിയാലും ഒരു ദിവസം അവരെ നമ്മൾ തന്നെ അംഗീകരിക്കേണ്ടി വരും. ചേച്ചി പറഞ്ഞത് ശരിയാണ്. മീരയുടെ ഭക്തിയും പ്രാർത്ഥനയും മനസ്സിലെ നന്മയും എല്ലാം വലിയ ഗുണങ്ങൾ തന്നെയാണ്. അതൊക്കെ മനസ്സിലായതുകൊണ്ടാണല്ലോ നമ്മൾ മീരയെ ഈ വീട്ടിലെ മരുമകളാക്കിയത്. അതെ. എന്നാലും എന്തോ ഒരു ഭാഗ്യക്കേട് മീരയെ പിന്തുടരുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ മറ്റൊന്നെന്ന പോലെ ഓരോ പ്രശ്നങ്ങൾ എപ്പോഴും മീരയ്ക്കുണ്ട്. അതിനെന്തായിരിക്കും കാരണം? എല്ലാവർക്കും ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് നമ്മളെ ഏത് രീതിയിൽ ബാധിക്കുന്നു എന്നത് നമ്മൾ അതിനെ ഏത് രീതിയിൽ സമീപിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തില്. ഒരേ പ്രശ്നം പല ആളുകളെയും പല രീതിയിൽ ബാധിക്കുന്നത് അതുകൊണ്ടാ. നമുക്ക് വലിയ സങ്കടം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും മറ്റു ചിലർക്ക് തമാശയായിരിക്കും. വേറെ ചിലർക്ക് എന്ത് സംഭവിച്ചാലും ഒന്നും അവരെ ബാധിക്കാത്തതുപോലെ പെരുമാറുകയും ചെയ്യും. മനുഷ്യരുടെ സ്വഭാവവും ശീലങ്ങളും അവരുടെ ചിന്തകൾക്കനുസരിച്ചായിരിക്കും. മീര സ്നേഹിക്കുന്ന എല്ലാവരുടെയും പ്രശ്നങ്ങൾ മീരയ്ക്ക് സ്വന്തം പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാ മീരയുടെ ജീവിതത്തിൽ ഒന്നൊഴിയാതെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം മീരയുടെ ഭക്തി കൊണ്ട് അവളെ ശക്തിയാക്കും. എന്ത് സംഭവിച്ചാലും അതിനെ നേരിടാനുള്ള കരുത്ത് ഈശ്വരൻ മീരയ്ക്ക് നൽകുകയും ചെയ്യും. ആ മോക്ക് 100 ആയസാ മോളെ. ഞങ്ങള് മോളുടെ കാര്യം സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആണോ? എന്താ പറഞ്ഞത്? അഭിക്ക് മോളോടുള്ള ദേഷ്യമൊക്കെ മാറിയെന്ന് മാധവി പറയുകയായിരുന്നു. വീട്ടിൽ ആരെങ്കിലും തമ്മിൽ വഴക്കുണ്ടെങ്കിൽ ആ വീട്ടിലെ എല്ലാവരെയും ബാധിക്കും. ആ ഒരൊറ്റ കാരണം കൊണ്ട് കുടുംബത്തിലെ സമാധാനം ഇല്ലാതാകുകയും ചെയ്യും. അതിന് അഭി എന്തൊക്കെ പറഞ്ഞാലും അത് വഴക്കാകാതെ മീര മാനേജ് ചെയ്യുമായിരുന്നല്ലോ. അത് മീരയുടെ ക്ഷമ കൊണ്ടും വിവേകം കൊണ്ടും ചെയ്യുന്നതാ. എത്രയൊക്കെ ആയാലും നമ്മളെ ഒരാൾ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന മനസ്സിന് വിഷമം ഉണ്ടാകാതിരിക്കുവോ? കേട്ടു നിൽക്കുന്നവർക്ക് തന്നെ വിഷമമാകുമെങ്കിൽ അനുഭവിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? അതെ, അതൊന്നും സാരമില്ലമ്മേ.
അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഇപ്പോ അഭിചേച്ചി സ്നേഹത്തോടെ പെരുമാറുന്നുണ്ടല്ലോ, അത് മതി. ഇനി പഴയ കാര്യങ്ങൾ പറയാനോ അതിലെ തെറ്റും ശരിയും കണ്ടെത്താനോ നിൽക്കണ്ട. അതെ, വീട്ടിൽ സമാധാനം ഉണ്ടാവുക എന്നതാ ഏറ്റവും വലിയ കാര്യം. ഉം. ഭഗവാന്റെ കൃപ കൊണ്ട് എല്ലാം നേരെയായി. ആന്റി, ഞാൻ സൂരജിന്റെ കാര്യമൊന്ന് നോക്കണമെന്ന് ചോദിച്ചില്ലേ? ആന്റിക്കതിന് സമയം കിട്ടിയിരുന്നോ? ഞാൻ നോക്കി മോളെ. അത് പറയാൻ വേണ്ടി മോളെ കാണാനിരിക്കുകയായിരുന്നു. അതിനിടയിലാ മാധവി അബിയുടെ കാര്യമൊക്കെ പറഞ്ഞത്. സൂരജിന്റെ കാര്യം നോക്കിയിട്ട് ആന്റിക്ക് എന്താ തോന്നി? സൂരജിന്റെ ജനന സമയം വെച്ച് കണക്കുകൂട്ടി നോക്കിയപ്പോ ആയുസ്സിന് ബലം ഉള്ളതായിട്ടാണ് കണ്ടത്. അതുകൊണ്ട് സൂരജ് ഇനി തിരിച്ചു വരില്ല എന്ന് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സമാധാനായി. പക്ഷെ സൂരജ് ജീവനോടെ ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യേണ്ടതല്ലേ? അതെ, പക്ഷേ അതിന്റെ കാരണമൊന്നും നമുക്കിപ്പോ അറിയാൻ കഴിയുന്നില്ല. സൂരജ് ജീവനോടെ തന്നെ ഉണ്ടെന്ന് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് ആന്റി. സൂരജിന് നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നമ്മൾ തന്നെ സൂരജിനെ തേടി കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എവിടെ അന്വേഷിക്കണം, എങ്ങനെ അന്വേഷിക്കണം, അതെന്തെങ്കിലും അറിയാൻ സാധിക്കുമോ? ഇല്ല മോളെ, അതൊന്നും ഇപ്പൊ എനിക്ക് സാധിക്കുന്നില്ല. എന്നാലും ഞാൻ ശ്രമിക്കാം. എന്നാൽ ഇതൊക്കെ എന്തൊരു കഷ്ടാണ്. ഒരറിവും സൂചനയില്ലാതെ ഒരു മനുഷ്യൻ അപ്രത്യക്ഷനായ എന്ത് ചെയ്യും? ഓരോ കാലത്തും ഓരോന്ന് സംഭവിക്കണോ എന്നത് ഈശ്വര നിശ്ചയമാണ് മാധവി. അതിപ്പോ എത്ര കഠിനമായതാണെങ്കിലും നമ്മൾ അനുഭവിച്ചേ മതിയാകൂ. സൂരജിന്റെ കാര്യത്തിൽ ആന്റിക്ക് എന്തെങ്കിലും അറിയാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മോള് വിഷമിക്കണ്ട. കാലം മായ്ക്കാത്ത മുറിവൊന്നുമില്ല. സമയമാകുമ്പോ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. സൂരജ് തിരിച്ചു വരും. ഭഗവാന്റെ നടയിൽ നിന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചപ്പോ വലിയ സമാധാനം കിട്ടി. നമ്മുടെ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കിട്ടിയില്ലെങ്കിലും ഉള്ളിലെ ഭാരമെല്ലാം പകുതിയായി കുറഞ്ഞതുപോലൊരു തോന്നല്. ഈ ലോകത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുന്നത് ഈശ്വരന് മാത്രമാണ് ബീന. സൂരജ് തിരിച്ചു വരണമെന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. സൂരജ് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാണാൻ വേണ്ടി മാത്രമാ ഈ ജന്മം എനിക്കിനി ജീവിക്കേണ്ടത്. അത് മാത്രമേ ഭഗവാനോട് ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. മീരയോടൊപ്പം എനിക്ക് ഇനിയും ഇടയ്ക്കിടയ്ക്ക് ക്ഷേത്രത്തിൽ പോകണം. ഹരിയേട്ടനും മീരയും പറയുന്നത് പോലെ എൻ്റെ ഈ ആവശ്യവും ആഗ്രഹവും ഭഗവാൻ സാധിച്ചു തരുമില്ലോ എന്ന് അറിയണമല്ലോ. സൂരജ് വരുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സൂരജിന് എന്താ സംഭവിച്ചതെന്ന് ഒരു ഊഹം പോലും കിട്ടുന്നില്ല. സൂരജ് എവിടെയാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും ഭഗവാൻ എനിക്ക് അവനെ തിരിച്ചു കൊണ്ടു തരുമെന്ന് തന്നെയാ ഞാൻ വിശ്വസിക്കുന്നത്. സൂരജ് തിരിച്ചു വരുമ്പോ ഇനി താൻ അവന്റെ ആഗ്രഹത്തിനെതിരെ നിൽക്കരുത്. ഇല്ല ഹരിയേട്ടാ, എന്റെ പല തെറ്റുകളും തിരുത്താനാ ഇനിയുള്ള കാലം ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് സൂരജിന്റെ ഒരിഷ്ടത്തിനും ഞാൻ എതിര് നിൽക്കില്ല. അറിവില്ലായ്മ കൊണ്ടാ മനുഷ്യര് പല തെറ്റുകളും ചെയ്തു കൂട്ടുന്നത്. അതെ, ആ സമയത്ത് നമ്മുടെ മുൻപിൽ ശരിയെന്ന് തോന്നുന്നത് എന്താണോ അതിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ വാശിയോടെ വാദിക്കും. നമ്മുടെ ശരികളും മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. അവസാനം നമ്മുടെ ചിന്ത പോലും തെറ്റായിരുന്നു എന്ന് തെളിയുമ്പോ കഴിഞ്ഞ കാലം ഓർത്ത് വിഷമിക്കും. അതാ ഇപ്പൊ എന്റെ അവസ്ഥ. മീരയെ സഹായിക്കാനായി അവൾക്കൊപ്പം നടന്ന ഏതോ ഒരു ഘട്ടത്തിൽ വെച്ച് സൂരജിന്റെ മനസ്സിൽ മാറ്റങ്ങൾ സംഭവിച്ച് അവൻ നേർവഴിക്ക് എത്തിയതാ. പക്ഷേ അന്നത് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. ബാക്കി എല്ലാവർക്കും അതിന് കഴിഞ്ഞപ്പോഴും എനിക്ക് മാത്രം അതിന് പറ്റിയില്ല. ഇന്നിപ്പോ എന്റെ അടുത്ത് സൂരജില്ല. അവനെ അകറ്റി നിർത്തിയത് എന്റെ വാശി കൊണ്ട് മാത്രമായിരുന്നു. എന്നിട്ട് ഞാൻ എന്താ നേടിയത് ഹരിയേട്ട? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. അതോർത്ത് താൻ ഇനി വിഷമിക്കാൻ നിൽക്കാതെ. തനിക്ക് പറ്റിയ പല തെറ്റുകളും സ്വയം തിരിച്ചറിയാൻ ഇപ്പൊ സാധിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ചെയ്ത തെറ്റുകൾക്കുള്ള ഏറ്റവും വലിയ പരിഹാരം അത് സ്വയം തിരിച്ചറിയുന്നതും പശ്ചാത്തപിക്കുന്നതും തന്നെയാണ്. ഇനി തന്റെ പ്രാർത്ഥനകൾ
ഈശ്വരൻ കേൾക്കും. അതിനെല്ലാ പരിഹാരവും ഉണ്ടാവും. എന്റെ മോനൊന്ന് തിരിച്ചു വന്നാൽ മാത്രം മതി. മറ്റൊന്നും എനിക്ക് വേണ്ട. ഭഗവാനെ, അവനെ എത്രയും വേഗം എനിക്ക് തിരിച്ചു തരണേ.